സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഒരു കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അതിൻ്റെ വെരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്കറിയാം കൃത്യമായിട്ടല്ലേ, നമുക്ക് നിങ്ങൾ ആ ഒരു മെസ്സേജും കാര്യങ്ങളും അതുപോലെ നിങ്ങൾ പേഴ്സണലായിട്ട് അയക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലായത് കഴിഞ്ഞ എക്സാമിന് കിട്ടും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ചെറിയ മാർക്കിനൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇനി വരാൻ പോകുന്ന കേട്ടറ്റിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഫ്രഷ് ആയിട്ട് പോയി എഴുതുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളും ഇനി വരാൻ പോകുന്ന ഒരു കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് അടുത്ത ഒരു കേട്ടറ്റ് എക്സാം എന്ന് വെച്ചാൽ ഡിസംബറിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് നിങ്ങളെല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. ഇല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. നെക്സ്റ്റ് കേട്ടറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ ഒന്നും കാത്തിരിക്കേണ്ട, ഡിസംബറിലാണ് എക്സാം ഉണ്ടാവുക. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ദിവസങ്ങളുടെ വ്യത്യാസം മാറിയേക്കാം. അതായത് നമ്മൾ ഡിസംബറിൽ ഇപ്പോൾ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കുള്ള ടേം എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ സെൻറ്ററിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു മേ ബി ഡിസംബർ അവസാനത്തിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റിലേക്ക് പോയേക്കാം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം വന്നേക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഡിസംബറിൽ തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്താണ്, ഡിസംബറിൽ കേട്ടറ്റ് എക്സാം നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലേ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം മുന്നേ വരാനുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം സെപ്റ്റംബർ മാസം അവസാനം ലാസ്റ്റ് വീക്കിൽ ലാസ്റ്റ് ഡേയോട് കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒക്ടോബറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എപ്പോൾ വേണമെങ്കിലും വരട്ടെ, എക്സാം ഡിസംബറിൽ തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ഇനിയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകണം. അതിനനുസരിച്ചുള്ള പ്ലാനിങ് ആയിരിക്കും നിങ്ങൾ നടത്തേണ്ടതായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടും ചെറിയ മാർക്കുകളൊക്കെ പോയ ആളുകൾ ഒരുപാടുണ്ട്. അതുപോലെ ഇപ്പം ഒരുപാട് ഗ്യാപ്പൊക്കെ വെച്ചിട്ട് ഇത്തവണ എഴുതി നോക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളായിരിക്കും ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പിൽ ഉണ്ടാവുക അല്ലേ. അതിൽ തന്നെ 2 വിഭാഗം ആളുകളായിരിക്കും ഉണ്ടാവുക. ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നവരുണ്ടാവും. അതുപോലെ ഇനി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ആളുകളും ഉണ്ടാവും അല്ലേ. ഇത്രയും കാര്യങ്ങളുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ കേട്ടിട്ട് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ലക്ക് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് CTET എക്സാമും കൂടെ അതേ ടൈമിൽ തന്നെ നടക്കാനുണ്ട് അല്ലേ. ഡിസംബർ 1 നടക്കാനുണ്ട്. ഡിസംബർ 1-ാം തീയതിയാണ് CTET എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. നിങ്ങളെന്താണ് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ കാറ്റഗറി എഴുതാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പിക്കുക. അതായത് ഒരു കാറ്റഗറി കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ അടുത്തതിന് അപ്ലൈ ചെയ്യുമെന്നൊന്നും ഒരു വാശി നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന 2 കാറ്റഗറി ഉണ്ടെങ്കിൽ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒറ്റ തവണ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ആ രീതി തന്നെ നിങ്ങൾ പഠിക്കണം. അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഒന്ന് കിട്ടിയിട്ട് മറ്റേത് അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കാറ്റഗറി ആയിരിക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റുക. പിന്നെ ചില ആളുകൾ ഒരു തോട്ട് ചിലപ്പോൾ നമ്മൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ആൾക്കാരുടെ ഡിസ്കഷനിലൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. കാറ്റഗറി 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2ൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് കാറ്റഗറി 3 മാത്രം അപ്ലൈ ചെയ്താൽ പോരെ, അപ്ലിക്കേഷൻ ഫീസ് നമുക്ക് അവിടെ നിന്ന് കുറക്കാലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. കാറ്റഗറി 3 ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ കാറ്റഗറി 2 നിങ്ങൾ രണ്ടും അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കാറ്റഗറി 2 ചിലപ്പോൾ ഈ ഒരു തവണ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പോകാം, നെക്സ്റ്റ് കാറ്റഗറി 3യിലേക്ക് പോകാം. ചില ആളുകൾക്ക് രണ്ടും ഒരുമിച്ച് തന്നെ കിട്ടുന്നവരുണ്ട്. ചില ആളുകളെ കാറ്റഗറി 2ഉം 3ഉം അപ്ലൈ ചെയ്താൽ തന്നെ 2 കിട്ടാതിരിക്കുകയും 3 കിട്ടിയ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനും നിൽക്കണ്ട, എന്താണോ ആ രണ്ടും അങ്ങോട്ട് അപ്ലൈ ചെയ്യുക കൃത്യമായിട്ട്. മനസ്സിലായില്ലേ. അതിന് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സിലബസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. 2012 വന്ന സിലബസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വെബ്സൈറ്റിലുള്ളത്. സിലബസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും സിലബസ് കൃത്യമായിട്ട് എന്താണ് അതിൽ പറഞ്ഞ പോലെ 1 by 1 അതിനുള്ളിൽ തന്നെ നല്ല ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പുറമേ എന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് സിലബസ് മാത്രം നിങ്ങൾ ബേസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറ്റഗറി 1 ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് EVS ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ EVSനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം. കാരണം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊന്നുമല്ല ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ഹയർ ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 10ാം ക്ലാസ് വരെ എങ്കിലും ഉള്ള അറ്റ്ലീസ്റ്റ് ഞാൻ അതാ പറയുന്നത് 10ാം ക്ലാസ് വരെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ SCRT ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് സയൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുപോലെ അതിൽ സിമ്പിൾ അരിത്തമെറ്റിക്സ് ആണ്, ബേസിക് മാത്സ് ആണ് വരുന്നതെങ്കിൽ പോലും അത്യാവശ്യം ലെവൽ കൂടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് വൈസ് അതിൽ തന്നിട്ടുള്ള ടോപ്പിക്കൊക്കെ ജനറൽ ടോപ്പിക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിൽ ധാരണ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലേ നമുക്കത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക.
അതിലെ ടോപ്പിക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് പ്രോബ്ലം ഒക്കെ മാത്സിൻ്റെ ഒരു സ്കോറിങ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയോണ്ടൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രോ ലെവലാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ മറ്റേ കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് അത് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി വരണം. ആ ഒരു ഓട്ടോമാറ്റിക് ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ എത്തും. അതിനൊക്കെ ഒരുപാട് സമയം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കാറ്റഗറി 1 സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാറ്റഗറി 2 സംബന്ധിച്ചിടത്തോളം മാത്സ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാത്സിൽ ഏതൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഏതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് ഞാൻ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് SCERT ടെക്സ്റ്റ് ബുക്ക് മസ്റ്റാണ്. അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ജിയോമെട്രി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ചെയ്യാം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്റഗറി 2 സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്. കാറ്റഗറി 2 അറ്റൻഡ് ചെയ്യുന്നവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, സോഷ്യൽ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ സയൻസ് പ്ലസ് മാത്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ സയൻസ് പ്ലസ് മാത്സ് അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം അത് ഓപ്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത എല്ലാവരും സോഷ്യൽ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് അവിടെ ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 or 2 സോഷ്യലിൻ്റെ ഒരു വീഡിയോ സെഷൻ ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും SCERT ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. 60 ക്വസ്റ്റ്യൻസാണ് നമ്മുടെ എക്സാമിന് വരുന്നതിൽ. അതിൽ 45ഓളം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് പ്യുവർ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമ്മുടെ പെഡഗോഗി സെഷനാണ് വരിക. ആ പെഡഗോഗി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി സൈക്കോളജി പഠിച്ചു കഴിഞ്ഞവരാണ്, അല്ലെ എന്തായാലും പഠിക്കുമല്ലോ എക്സാം ആകുമ്പോഴേക്കും. ആ സൈക്കോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെയും നിങ്ങൾക്ക് എന്താണ് ഡബിൾ ചാൻസ് ആണ് സ്കോറിങ്ങിന്. പെഡഗോഗിയിൽ എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം സൈക്കോളജി നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതന്നെ സോഷ്യൽ സയൻസ് എന്നുള്ളൊരു വേർഡ് അതിലേക്ക് കയറ്റിയിട്ടായിരിക്കും ഇവിടെ വരിക. ഇനി സൈക്കോളജി കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എല്ലാവരും പറയും എല്ലാം 30 ക്വസ്റ്റൻസ് അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് സൈക്കോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തിനാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈക്കോളജി എന്ന് പറയുന്ന പ്യുവർ സബ്ജക്റ്റ് സൈക്കോളജി പെഡഗോഗി സെഷനിൽ 30 ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ഏതിന്, കാറ്റഗറി 1 to 4. 3 സംബന്ധിച്ചിടത്തോളം 40 ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് കുറച്ച് ഹയർ ലെവലാണ്. നമുക്ക് കുറച്ച് കാറ്റഗറി 3 ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ചധികം ക്വസ്റ്റൻസ് നമുക്ക് ചെയ്യാം. ഇതിപ്പം വരുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ ഒരു മലയാളം സബ്ജക്റ്റ് എടുത്താൽ, എന്തായാലും മലയാളം ലാംഗ്വേജ് ഉണ്ടല്ലോ, ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ലാംഗ്വേജ് വരാനുണ്ട്. അതിൽ നിങ്ങൾ മലയാളം എടുത്തു കഴിഞ്ഞാൽ ആ മലയാളത്തിൽ കുറഞ്ഞതൊരു 3, 4, 5 പെഡഗോഗി സെഷനാണ് ക്വസ്റ്റ്യൻ വരിക. അത് നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നതാണ്, അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. 2 ഇംഗ്ലീഷിലേക്ക് വന്നാൽ അതിലും 3, 4 അല്ലെങ്കിൽ 5 വരെ ഉണ്ടാവാറുണ്ട്, പെഡഗോഗി സെഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ നിന്നും കിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താലും, ഇപ്പോൾ സയൻസ് എടുക്കുന്നെങ്കിൽ അതിലും പെഡഗോഗി സെഷനിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മാത്സ് എടുത്താലും ലാസ്റ്റ് വരുമ്പോൾ ജനറൽ മാത്സ് ഉണ്ട്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഇങ്ങനത്തെ പെഡഗോഗി മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഒരു 5, 6, 7 പോകാറുണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ കാറ്റഗറി, പിന്നെ നിങ്ങൾ സോഷ്യൽ എടുത്താൽ ഉറപ്പാണ് 15ഓളം മാർക്ക് പെഡഗോഗി സെഷനാണ്. എന്ന് പറഞ്ഞാൽ 30 സൈക്കോളജി ഉള്ളെങ്കിൽ ഒരു 50, 50 അല്ലെങ്കിൽ ഒരു 60 അറൗണ്ട് അത്രയും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് അവിടെ നിന്ന് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് സൈക്കോളജി കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഇനി സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ ടോപ്പിക്ക് നമ്മളിങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ച് പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, ഒരു തിയറി എടുത്താൽ എന്താണത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ 2 തിയറി പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 2 അവിടെ ഓർമ്മയുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് പഠിച്ചാലും എന്ത് ചെയ്യണം, പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. ഈ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു പ്ലാൻ ഇടുക. ഞാനിപ്പോൾ 5 ദിവസം കണ്ടിന്യൂസ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 6ാമത്തെ ദിവസം ആ 5 ദിവസം പഠിച്ച കാര്യങ്ങളുടെ റിവിഷന് വേണ്ടി വേണം നിങ്ങൾ മാറ്റിവെക്കാൻ. മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ ഒരു 7 ദിവസം, ഒരാഴ്ച നിങ്ങൾ എടുക്കുന്നെങ്കിൽ ആദ്യത്തെ 6 ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ആ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, 7ാമത്തെ ദിവസം റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ച് 7ാമത്തെ ദിവസമേ റിവിഷൻ ചെയ്യൂ എന്നുള്ളതല്ല. നിങ്ങളിപ്പോൾ ഒരു ദിവസം രാവിലെ ടു വൈകുന്നേരം അതിൽ കിട്ടാവുന്ന ടൈമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി കിടക്കുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും ഉറങ്ങാൻ ആ ഒരു ടൈം ഉണ്ടല്ലോ, ബെഡ് ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ഡെയിലി അതുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ സംശയം വരും, എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിവിഷൻ നോട്ട് ചെയ്ത് വെക്കണം. റിവിഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ചിട്ട് അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഓരോ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കൂളിൽ ഇപ്പോൾ ടേം എക്സാം ഒക്കെ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ ആൻസർ ഷീറ്റൊക്കെ കൊടുത്തു. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് അറിയാം, നിങ്ങളിപ്പോൾ സ്കൂളൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നന്നായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ആ ഒരു മാർക്ക് വരുമ്പോഴേക്കും ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. എന്താണ് പ്രശ്നം പറ്റിയത്? കണ്ടന്റ് ഒക്കെ കുട്ടിക്ക് അറിയാം, തിയറി എന്താണോ എല്ലാം അറിയാം, പക്ഷേ അതൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അവിടെ വന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അവിടെ ഒരു പേടി വന്നു, എല്ലാം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കൃത്യമായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാം അറിയാം, പക്ഷേ ആ സമയത്ത് ഇതെങ്ങനെയാണ് ഒന്ന് ടെസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ധാരണ പെട്ടെന്ന് കിട്ടാത്തൊരവസ്ഥ. അത് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇപ്പോഴേ എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പോകണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ എന്ന് വെച്ചിട്ട് വെറുതെ പ്രീവിയസ് മാത്രം കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണം, സബ്ജക്റ്റ് പഠിക്കണം, അതിൻ്റെ കൂടെ പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനി കിട്ടാവുന്ന ടൈം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ തുടങ്ങിക്കോ. ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ, 3 മാസമുള്ളത്. ഞാൻ ആ 3 കംപ്ലീറ്റ് ഫുൾ ഡേ ആയിട്ട് ഞാൻ കൂട്ടുവാണ്. അപ്പോൾ നമുക്കൊരു 90 ദിവസം മാക്സിമം ടൈമാണ്. 90 ദിവസം 90 ഡേയ്സാണ് നമ്മുടെ കയ്യിൽ കിട്ടാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 90 ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം മണിക്കൂർ പഠിക്കാൻ മാറ്റി വെക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു പ്ലാൻ ആദ്യം ഉണ്ടാക്കണം. അതേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞാണ്. ആ ടൈമൊക്കെ ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എത്ര ടൈം മാറ്റി വെക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക, കൃത്യമായിട്ടൊന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ ആ 3 മണിക്കൂറൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനും ടൈം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലാസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേട്ട് പിന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് വെച്ചിട്ട് തിയററ്റിക്കലി നോട്ട് ചെയ്ത് വെച്ച് പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ടോപ്പിക് വൈസ് ഏകദേശം ഒരു 75ഓളം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 2-3 ടോപ്പിക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി കാറ്റഗറി 1, 2, 3, 4 വേറെ സൈക്കോളജി അല്ലേ എന്നുള്ള സംശയമുള്ളവരുണ്ടാവും. കാറ്റഗറി 1 to 4 ഒക്കെ സെയിം ഒരേ സാധനം തന്നെയാണ്. 3ലേക്ക് വരുമ്പോൾ അഡോളസെൻറ്റ് സൈക്കോളജി മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ തന്നെ കുറച്ച് ഹയർ ലെവലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് കുറച്ച് പിന്നെ CTET ഒക്കെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എടുത്തിട്ട് ഒന്ന് പഠിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഏറ്റവും ടോപ്പിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെയും അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ വരുന്ന ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ഞാൻ കണ്ടു എന്നാണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാം? സോഷ്യൽ സയൻസിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് 9th ആണല്ലോ പിന്നെ ഏറ്റവും ടോപ്പ് ഇപ്പോൾ ക്ലാസ് മാറിയിട്ടുള്ളത്. അപ്പോൾ 9th ഹിസ്റ്ററി ജോഗ്രഫി നമുക്ക് കവർ ചെയ്യാം, എന്നിട്ട് താഴോട്ടേക്ക് വരാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ സൈക്കോളജി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നിങ്ങളത് കണ്ട് കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. അതിന് കൂട്ടത്തിൽ എന്ത് ചെയ്യാം? പിന്നെ അഡീഷണൽ നമുക്ക് ആഡ് ചെയ്യുന്ന ടോപ്പിക്കൊക്കെ നമുക്ക് അതുപോലെ ഒന്നും കൂടി ചെയ്യാം. അതുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം? അഡീഷണൽ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷനിലേക്കും കൂടി നമുക്ക് കിടക്കാം. അതിനനുസരിച്ച് പോകാം. പിന്നെ വരുന്നത് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മലയാളം സബ്ജക്റ്റ് പാർട്ട് 3 ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിൽ മലയാളം ഇംഗ്ലീഷും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മലയാളത്തിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ ഗ്രാമറ്റിക്കലായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അത് നമ്മൾ മലയാളം ക്ലാസ്സിൽ നിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്ധി, പിരിച്ചെഴുത്ത്, ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, പദ വ്യത്യാസങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓക്കെ പദങ്ങൾ കൃത്യമായിട്ടുള്ള പിന്നെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വാക്യശുദ്ധി, പദശുദ്ധി, ഓക്കെ ശരിയായിട്ടുള്ള പദം ഏതെന്നൊക്കെ ചോദിച്ച് വരാറുണ്ടല്ലോ. അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതൊക്കെ പഠിക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ അലങ്കാരം, കാവ്യ അലങ്കാരം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് കാണാറുണ്ട്. അതൊക്കെ പിന്നീട് പഠിക്കുക. ആദ്യം ഈ പറഞ്ഞ കോമൺ ആയിട്ട് വരുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക. ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് നിങ്ങൾ ഗ്രാമർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഏതൊക്കെയാണെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന കാര്യം എന്ന് വെച്ചാൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ റിപ്പോർട്ടിംഗ് സ്പീച്ച് ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ ഉറപ്പാണ്. പിന്നെ ഈഫ് ക്ലോസ് ഉണ്ട്. ഈഫ് ക്ലോസ് നിങ്ങൾ ക്വസ്റ്റൻ കണ്ടിട്ടുണ്ട്. എന്താണ്? ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും ഞാൻ കോമൺ ആയിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് PSCയുടെ ടോപ്പ് ലെവൽ ക്ലാസ് ഇംഗ്ലീഷിനൊക്കെ കാണും. അതന്നെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ക്വസ്റ്റൻ ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ക്വസ്റ്റൻ വരും. 1-2 ക്വസ്റ്റൻസ് ഷുവറാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നമുക്ക് വരുന്നത് പാരഗ്രാഫാണ്. പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 10 ചോദ്യം വരെ വരാറുണ്ട്. പാർട്ട് 3 ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു 10 ക്വസ്റ്റൻസ് ആണ് വരിക പാരഗ്രാഫ് വായിച്ചിട്ട്. മറ്റേ 5 ക്വസ്റ്റൻസ് ആണ് വരിക.
അപ്പോൾ അത് നിങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പാരഗ്രാഫ് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇംഗ്ലീഷിൻ്റെ ആയാലും അങ്ങനെ തന്നെയാണ്, കുറച്ച് പാരഗ്രാഫ് വായിച്ച് നോക്കുക, അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം അല്ലേ. അതൊക്കെ നമുക്ക് ചെയ്യാം, വർക്കൗട്ടായിട്ട് ഒരുപാടെണ്ണം നമ്മൾ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ക്ലിയർ? അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ പുറമെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കോൺഫിഡൻസ്, നിങ്ങൾ സ്വന്തം ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പഠിക്കാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതാണ് ആദ്യം നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ട് പഠിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടി അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. ഈ പേടികൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പേടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരു പ്രശ്നം, അതൊക്കെ മാറ്റി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ കിട്ടുന്നില്ല, പൊട്ടിപ്പോയി, ഇനിയും കിട്ടില്ല, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അടിച്ച് ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ട്രാക്ക് കയറുക, ഇപ്പോൾ ഒന്ന് തുടങ്ങുക. ഒരാഴ്ച നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കൊക്കെ ഒന്ന് മെല്ലെ നോക്കുക. ആദ്യം തന്നെ സ്പീഡിലേക്ക് കയറി പോകാൻ നോക്കണ്ട, ബുദ്ധിമുട്ടാവും. ഓക്കെ, അതിനുശേഷം ട്രാക്കിലേക്ക് കയറി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും, അപ്പം എന്ത് ചെയ്യുക, സ്പീഡിൽ നിങ്ങൾക്ക് പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ആദ്യത്തെ ഇതിലേക്ക് നിങ്ങൾ ലാപ്പിലേക്ക് കയറുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, എന്ത് ടോപ്പിക്ക് നിങ്ങൾ എത്രത്തോളം പഠിച്ചാലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആകുന്നത് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് നിങ്ങളിപ്പോൾ ഈ ഹയർ സെക്കൻഡറി ലെവലൊക്കെ +1 +2 ഒക്കെ കാണുന്നില്ല. നിങ്ങളിപ്പം അതൊക്കെ കഴിഞ്ഞ് അവർ പിന്നെ എൻട്രൻസ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. തിയററ്റിക്കലി ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് ഫുൾ സ്കോർ ചെയ്ത കുട്ടിക്കൊരിക്കലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസിലേക്ക് വരുമ്പോഴേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനൊന്നും പറ്റുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ എന്തിനു പോകുന്നത്, റിപ്പീറ്റിനൊക്കെ പോകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ തിയററ്റിക്കലി പഠിച്ചാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് നമുക്ക് ഫുൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നേരെ തിരിച്ചിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തിയററ്റിക്കലി ആ കുട്ടികൾക്ക് ഏറ്റവും ടോപ്പിലേക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതായത് അതേപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ തിയററ്റിക്കലി ഇരുന്ന് എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ എത്ര കാലം പഠിച്ചു, അല്ലെങ്കിൽ എത്ര തവണ നിങ്ങൾ എക്സാം എഴുതി പഠിച്ചു എന്നുള്ളതിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോഴേ ഉറപ്പിക്കുക, മനസ്സിൽ ലക്ഷ്യം വെക്കുക, 120 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക. അടുത്ത ദിവസം മുതൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക് വൈസിലെ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോകണം. അതിനൊക്കെ പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ വീണ്ടും പറഞ്ഞ് സീറ്റൊക്കെ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തോ, അതിൻ്റെ ടൈമിനനുസരിച്ച് തന്നെ അപ്ലൈ ചെയ്യണം. ഡിസംബർ 1-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് വീക്ക്, ഡിസംബർ 1-നാണ് എക്സാം വരിക. ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കും നവംബർ 30-ാം തീയതിയും കൂടെ എക്സാം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അത് ഉറപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാവരും 120 എബോവ് മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കേട്ടറ്റ് എക്സാം ഇങ്ങെത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങെത്തി എന്ന് തന്നെയാണ്. ഡിസംബറിൽ എക്സാം ഉണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതാ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ വീണ്ടും എക്സാമിന് പഠിക്കേണ്ടതിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്യാതെ, ഒന്നും ആലോചിക്കാതെ ഒരുപാട് സമയങ്ങൾ പോകുന്നതിൽ നല്ലത് ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും യാതൊരു പ്രശ്നം നമുക്കുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കിന് വേണ്ടി പഠിക്കുക, 120 എബോവ് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുക, ഉറപ്പായിട്ട് സ്കോർ ചെയ്യാം. അതിന് മുന്നേ പേടി എടുത്ത് കളയുക. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ട്രാക്കിലേക്ക് കയറാനും കൂടെ പറ്റും. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ PDF മെറ്റീരിയൽ മറ്റേ മലയാളത്തിൻ്റെയും സൈക്കോളജിയുടെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് PDF ആണ്, പെയ്ഡ് മെറ്റീരിയലാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി അങ്ങനെയുള്ള വീഡിയോ രൂപത്തിൽ കേട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പെയ്ഡ് മെറ്റീരിയൽ നിങ്ങൾ വാങ്ങണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ വീഡിയോയിലുണ്ട്, അത് കേട്ട് പഠിച്ചാലും മാത്രം മതി. ഓക്കെ, ഇനി ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സന്തോഷം. ഓക്കെ, താങ്ക് യു. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.